മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഫെബ്രുവരി 17-ാം തീയതി ഇന്നത്തെ വിശുദ്ധ ബലിമധ്യേ നമ്മൾ ധ്യാനിക്കുന്ന വിശുദ്ധ സുവിശേഷം മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് 8-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നാണ്. യേശുവും തൻ്റെ ശിഷ്യന്മാരും വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ മാർക്കോസ് സുവിശേഷകൻ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നു, അവരുടെ കയ്യിൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്ന്. സുവിശേഷം വായിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് എഴുതി വച്ചിരിക്കുന്നു, അവരുടെ കയ്യിൽ അവർ അപ്പമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന്. ആ ഒരപ്പം എന്ന് പറയുന്നത് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത് ആ ഒരപ്പം ആ വഞ്ചിയിലുള്ള യേശുവാണെന്നാണ്. ആ യേശു വിശുദ്ധ കുർബാനയാകുന്ന യേശു, വിശുദ്ധ അപ്പമാകുന്ന ആ യേശു അവരുടെ അടുക്കലുണ്ട്. ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫരീസയരുടെയും ഹെറോദേസിന്റെയും പുളിപ്പിനെ സൂക്ഷിച്ചു കൊള്ളുവിനെന്ന. എന്താണ് ഈ പുളിപ്പ്? ഫരീസയരുടെ പുളിപ്പ് എന്ന് പറയുന്നത് അത് കപടനാട്യവും അഭിനയവുമാണ്. കപടനാട്യം, അഭിനയം. യേശു വിശുദ്ധ കുർബാനയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗങ്ങളാണിത്. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം മുതൽ 8-ാം അധ്യായത്തിന്റെ അവസാനം വരെ അറിയപ്പെടുന്നത് ബ്രെഡ് സെക്ഷൻ എന്നാണ്. ആ ബ്രെഡ് സെക്ഷനിൽ വിശുദ്ധ കുർബാനയെ കുറിച്ച് ഇന്ന് ഈശോ പറഞ്ഞു വെക്കുകയാണ്. നിങ്ങൾ കുർബാനയ്ക്ക് വരുമ്പോൾ ഫരീസയരെ പോലെ അഭിനയിക്കുന്നവരാകരുത്. കപടനാട്യം നടിച്ചുകൊണ്ട് നിങ്ങൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ട് വരരുത്. ഹെറോദേസിന്റെ പുളിപ്പെന്ന് പറയുന്നത്, ഹെറോദേസ് ആത്മീയമായ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഏറ്റവും തീഷ്ണമതിയായ സ്നാപക യോഹന്നാന്റെ വചനങ്ങൾ കേൾക്കാൻ, സ്നാപക യോഹന്നാന്റെ പ്രഘോഷണം കേൾക്കാൻ ഹെറോദേസ് ഇഷ്ടപ്പെട്ടത്. അവനത് കേട്ടു. ആത്മീയമായ കാര്യങ്ങൾ അവൻ ഇഷ്ടമായിരുന്നു. അതൊരു വശത്ത് അവൻ കേൾക്കുന്നു, മറുവശത്ത് അവൻ മ്ലേച്ഛകരമായ ജീവിതം നയിക്കുന്നു. തൻ്റെ സഹോദരന്റെ ഭാര്യയെ നിയമപ്രകാരമല്ലാതെ അവൻ ഭാര്യയായി വെച്ചുകൊണ്ടിരിക്കുന്നു. ആത്മീയ കാര്യവും മ്ലേച്ഛകരമായ അധാർമികമായ കാര്യങ്ങളും അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റില്ല എന്ന്. ഈ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ മടിയില്ലാത്ത ഈ ഹെറോദേസിന്റെ പുളിപ്പെന്ന് പറയുന്ന ഇതേ മനോഭാവമുള്ള ആ മനസ്ഥിതി നിങ്ങൾ മാറ്റണമെന്നാണ് ഈശോ പറയണത്. അപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഈശോ ഇങ്ങനെയൊക്കെ പറയുന്നത്? കുർബാനയ്ക്ക് വരുമ്പോൾ അഭിനയിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു വെച്ചു. കാപട്യം പാടില്ല എന്ന് ഞാൻ പറയുന്നു. ഹൃദയത്തിൽ സ്നേഹത്തോടുകൂടെയാണ് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കേണ്ടതെന്ന്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അഭിനയങ്ങളും കാപട്യങ്ങളുമായിട്ട് ബലിയിലേക്ക് വരരുത്. ഹൃദയത്തിൽ ഈ വിശുദ്ധ ബലിയോടൊരു സ്നേഹത്തിന്റെ പുറത്തായിരിക്കണം നീ ഈശോയുടെ അടുക്കിലേക്ക് വരേണ്ടത് എന്ന തിന്മയും അശുദ്ധിയുമായ ചിന്തയോടുകൂടെ അവന്റെ ബലിയിലേക്ക് പങ്കെടുക്കരുത് എന്ന തിന്മയുടെ ചിന്തയുമായിട്ട് അശുദ്ധമായ പ്രവർത്തികൾ ചെയ്തുകൊണ്ടും നീ അവന്റെ ബലിയിലേക്ക് വരരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവ് ആകണം, പഴയ പുളിപ്പിനെയൊക്കെ നീക്കിക്കളയണമെന്ന്. പുളിപ്പില്ലാത്ത പുതിയ ഒരു മാവായിട്ട് നമ്മൾ മാറണമെന്ന് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുമ്പോൾ, ഓരോ ബലിക്ക് വരുമ്പോൾ നമ്മളിലൊക്കെ ഒരുപക്ഷെ പഴയ പുളിപ്പുകൾ ഉണ്ടാകാം. ഫരീസയുടെ പുളിപ്പ്, ഹെറോദേസിന്റെ പുളിപ്പൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ അപ്പോസ്തലൻ പറയുന്ന പഴയ പുളിപ്പൊക്കെ മാറ്റണം. പുളിപ്പില്ലാത്ത മനുഷ്യനായിട്ട് യേശുവിന്റെ ബലിയിലേക്ക് നമ്മൾ കടന്നു വരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നു ശിഷ്യന്മാരുടെ ആത്മീയമായ ഒരു അന്ധതയാണ്. യേശു അവരോട് ചോദിക്കുകയാണ്, ഞാൻ 5 അപ്പം വർദ്ധിപ്പിച്ചപ്പോ എത്ര കൂടെ കുട്ട ബാക്കിയുണ്ടായിരുന്നപ്പം? 7 അപ്പം വർദ്ധിപ്പിച്ചപ്പോ എത്ര കുട്ട നിറയെ അപ്പം ബാക്കിയുണ്ടായിരുന്നു? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആകുലപ്പെടുന്നത്? അപ്പത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആകുലപ്പെടുന്നതെന്ന ഈശോയുടെ ഒരു ചോദ്യമുണ്ട്. നമ്മുടെയൊക്കെ ആരാധന
ആരാധന ഉണ്ടാകേണ്ടത് ഹൃദയത്തിന്റെ പരിശുദ്ധിയിൽ നിന്നാണ്. ആരാധന നടക്കേണ്ടത് ബാഹ്യമായ ആചാരങ്ങളിലല്ല. ആരാധന എന്നത് ഹൃദയത്തിന്റെ പരിശുദ്ധിയിൽ നിന്ന് ഒരുവൻ ദൈവത്തെ ആരാധിക്കുന്ന ഒരു തലത്തിലേക്ക് ഉയർന്നു വരണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഏറ്റവും വലിയ അടയാളം, ഏറ്റവും വലിയ അത്ഭുതം ഇത് വിശുദ്ധ കുർബാനയാണ്. ഈ കുർബാനയിൽ കാപട്യമില്ലാതെ, അവിശ്വാസമില്ലാതെ, അശുദ്ധിയോടുകൂടി അല്ലാതെ നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. അവിശ്വാസം പാടില്ല, അശുദ്ധി ഉണ്ടാകരുത്, കാപട്യമുണ്ടാകരുത്. ഇവ ഇല്ലാതെ ദൈവത്തിന്റെ ബലിയിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നേ ദിവസം നമ്മൾ ഈ ബലിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ആഗ്രഹിക്കുന്ന പോലെ അവന്റെ ബലിയിൽ ഹെറോദേസിന്റെ പുളിപ്പ് പോലെയോ ഫരീസയുടെ പുളിപ്പ് പോലെയുള്ള സ്വഭാവ മനോഭാവങ്ങൾ നമ്മൾ ഉണ്ടാകാതിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.